കൊച്ചു പിള്ളേരായിരിക്കും ഒരുപാട് ഫ്രണ്ട്സ് എന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം എല്ലാ വാക്കുകളും പിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 90s കിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ വാക്കുകൾ പിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേമലു ഹിറ്റാവുന്ന സമയത്ത് അതിനകത്ത് ഒത്തിരി വാക്കുകൾ പുതുതായിട്ട് പ്രേമക്കുടു എന്ന് പറയുന്ന വാക്ക് ഇത് നിങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്ത പ്രേമക്കുടു. അതിനകത്തൊരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ അങ്ങനത്തെ കുറച്ച് ഇപ്പൊ കുട്ടിക്കുടിയേ എന്തോരുണ്ട്, ഒന്നുമില്ല, അർത്ഥമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു സൗണ്ട് ചെയ്യുമ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്ന രണ്ടുപേര് പ്രണയത്തിലാകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ടല്ലോ അവരുടെ പ്രൈവസിയുടെ ഇടയിൽ. നമ്മൾ പുറത്ത് ഭയങ്കര സിഗ്മ കളിച്ചിട്ട് അതൊന്നും പറയത്തില്ലെങ്കിലും രാത്രി ഗേൾഫ്രണ്ടിനെ വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ടാവും, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ടേംസ്. നമ്മൾ കുട്ടികളെ വിളിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ടാവും. ഈ പറയുന്ന വാക്കുകളൊക്കെ പ്രേമക്കുടുവൊക്കെ ശരിക്കും ജിബ്രിഷ് ആയിട്ട് എഴുതുന്നതാണോ അതേ ഒരു അർത്ഥം വേണോന്ന് ഉദ്ദേശിച്ച്? അല്ല, അങ്ങനത്തെ ഒരു തെലുങ്ക് വാക്കുണ്ട്. ഞാൻ അപ്പൊ തെലുങ്ക് വാക്കുകൾ ഇരുന്ന് നോക്കണം. അപ്പൊ എന്തോ ഒരു തെലുങ്ക്, അപ്പൊ എനിക്ക് അത് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ ഒരു തെലുങ്ക് വാക്ക് അപ്പൊ ഞാൻ അതിനെ ഇങ്ങനത്തേക്കൂട്ട് കൊണ്ടുവന്നു. ഇപ്പം ഇവര് പ്രേമലു എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ടത് മനസ്സിലാവുകയും ചെയ്തു. തെലുങ്ക് ആണോന്ന് ചോദിച്ചാൽ ആണ്, മലയാളമാണ്. ഇതിനകത്ത് കുറെ സാധനങ്ങൾ ഇപ്പം തെലുങ്കാന, ബൊമ്മലു അല്ല അങ്ങനത്തെ വാക്കുകൾ വെക്കുന്നു. അപ്പം അതെല്ലാം തന്നെ ഗിരീഷും നമ്മൾ പറഞ്ഞിട്ട് തെലുങ്ക് സൗണ്ടിങ് വന്നോട്ടെ. തെലുങ്ക് ഭാഷയായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ തെലുങ്ക് എന്താണെന്നുള്ളൊരു ബോധമുള്ള നമുക്ക് വേറെ ഒരു സാധനം ഉണ്ട്. നമ്മളിപ്പം കഴിച്ചാച്ചോ എന്നൊക്കെ പറഞ്ഞ് തമിഴാണെന്ന് വിചാരിച്ച് നമ്മൾ പറയുന്ന കുറെ പൊട്ട വാക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ സൗണ്ടിങ്. അപ്പൊ ലൂ സൗണ്ട് ഒക്കെ അവരുടെ എന്തോ ആണെന്ന്, പക്ഷെ അതൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല മിക്കവാറും. അവരുടെ അങ്ങനത്തെ വാക്കുകൾ വെച്ച് പോവാം. അതേപോലെ തന്നെ ഈ ഗായകരെ കിട്ടിയിരിക്കുന്ന പല ടൈപ്പ് ഗായകരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം വിദ്യാധരൻ മാസ്റ്റർ കിട്ടിയതുപോലെ തന്നെ ഇത് പാടാൻ വേണ്ടി ഈ പറയുന്ന മാർക്കോസിനെ കിട്ടുമ്പോൾ പുള്ളിയുടെ ശബ്ദം നമ്മൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു കിട്ടിയിട്ടുള്ള കുറെ ഭാഗ്യങ്ങളായിട്ട്. ഉറപ്പായിട്ടും അതിൻ്റെ ജാസിഫിനെയും വൈക്കം വിജയലക്ഷ്മി കിട്ടുക, ആ പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഡിഫറൻസ് ആണ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ആ പാട്ടുകൾ. അതൊരു ഭാഗ്യമാണ് ഉറപ്പായിട്ടും. ഞാനത് ഇപ്പം ഞാൻ വിഷ്ണുവായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജസ്റ്റിനുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ല ഇപ്പം എല്ലാവരും എന്നോടും കുറേ സജഷൻ ചോദിക്കും, ആര് പാടണം ഇത് എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അതിൽ ഭയങ്കര കീനാണ്. എനിക്ക് ആര് പാടണം എന്ന് ഞാൻ എപ്പോഴും എന്തെങ്കിലും ആയി, ഇപ്പം നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ പറയണത് ഇങ്ങനെ. അപ്പോൾ ചിലപ്പോൾ പറയടാ ബഡ്ജറ്റ് ചിലവില്ല, അല്ലെങ്കിൽ ഇത് നടപടിയാവില്ല, അതിങ്ങനെ ആവില്ല, അങ്ങനെ ആവില്ല. പക്ഷെ എന്നാലും ഞാൻ കോൺസ്റ്റൻ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കും പുതിയ ആൾക്കാരുടെ. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ സേവ് ചെയ്ത് വയ്ക്കും പാട്ടുകൾ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പാടുന്ന മലയാളികൾ അല്ലെങ്കിൽ അതേപോലെ പാടുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് എവിടെയാണ് അത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത്, നാളെ ഇതാര് പാടിയാലാണ് കുറെ കൂടെ ചൊവ്വേ നേരെ വരിക എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം അത് ഞാൻ സജസ്റ്റ് ചെയ്യും. അവന്മാരും പറയും എടാ ഇത് ഇന്ന ആളെ കൊണ്ട് പാടിച്ചാലോ. അപ്പം നമുക്കറിയാം ഇപ്പം ദൈവമേ എന്ന് പറയുമ്പോൾ ആ വിളിയുടെ സൗണ്ടിലുള്ള ഒരു എലമെന്റ് കിട്ടണമെങ്കിൽ അങ്ങനത്തെ വിദ്യാധരൻ മാഷിൻ്റെ പോലത്തെ ഒരു സൗണ്ടിലാണ് അത് ഇരിക്കുക എന്ന്, അല്ലെങ്കിൽ മാർക്കോസ് ചേട്ടൻ്റെ സൗണ്ടിലാണ് ഇരിക്കുന്നത്. എനിക്കിപ്പം ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളാണ് ഉഷാ ഉതുപ്പിൻ്റെ സൗണ്ട്. ഞാൻ എപ്പോഴും അടുത്തത് ഞാൻ എവിടെയാണ് അത് കയറ്റുക എന്നുള്ളൊരു സാധനം. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ നിറഞ്ഞ ഒരു സാധനമാണല്ലോ അത്. വേറെ ഭയങ്കര ഫീച്ചർ എടുത്തറിയുന്ന വോയിസാണ്. അപ്പം അങ്ങനെയുള്ള സാധനം ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷെ അതിപ്പം കൊണ്ട് പഠിക്കുന്നത് എന്തെങ്കിലും ആലോചിച്ച് വെച്ചേക്കേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ഡിസ്കഷനിലുണ്ട്. അപ്പം അതും ഒരു ബോധപൂർവ്വം ഒരു പരിപാടിയാണ്. ഇപ്പം ജാസി ചേട്ടനെ ഞങ്ങൾ കുറേ നാളായിട്ട് ആലോചിക്കണം, ജാസി ചേട്ടനെ ആയിട്ട് ഒരു സാധനം. ഞാൻ ഇടയ്ക്കൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടായി, ഒരു തമിഴിൽ അതിലൊരു മലയാളം പാട്ട് വേണ്ടി വന്നപ്പോൾ അപ്പോൾ അതിൻ്റെ അകത്ത് ജാസി ചേട്ടന്, അപ്പോൾ ഞാൻ ആ ഒരു പാട്ട് ഒരു പഴയ റിട്രോ സ്റ്റൈല് പാട്ടാണ് വേണ്ടത്. അപ്പോൾ അതിൽ അവർ തമിഴുകാരാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുപോലെ കടസീല ബിരിയാണി എന്ന് പറഞ്ഞൊരു പാടാണ്, ഒരു ക്രിട്ടിക്കലി അക്ലൈംഡ് ഒരു സിനിമ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ആര് പാടാം, ഞാൻ ജാസി ചേട്ടനാണ് അതിന് ഏറ്റവും. അപ്പോൾ അവരും പറഞ്ഞു ജാസി ഗിഫ്റ്റ് അടിപൊളി മറ്റേ മനസ്സിലാണ്. അങ്ങനെ പിന്നെ പാടിച്ച് പോയാൽ നല്ല കളർ വന്നു, വേറൊരു കളർ വന്നു. അപ്പം അത് നമ്മൾ ഉണർത്തുന്ന ഇപ്പോൾ വൊച്ചോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ, ഫസ്റ്റ് വൈറൽ കൊണ്ടുവന്ന് ഇല്ലേ, അപാരം. അപ്പോൾ അപ്പം ഞങ്ങൾ ചോദിച്ചു മോഗ്ലി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരാളുടെ സൗണ്ട് നമ്മൾ എങ്ങനെയാണ് അത് ഇമാജിൻ ചെയ്യുക വേറെ അല്ലാതെ. അപ്പം ഒരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് അല്ലാത്ത എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേരുവാണ്. മലയാളത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് അത്രയും ഓപ്ഷൻ ഇല്ല, നമുക്ക് ഓപ്ഷൻ കുറവാണ്, സൗണ്ട് പാലറ്റുകൾ കുറവാണ്. കാരണം ദാസേട്ടൻ ഒരു കാലഘട്ടം വാഴണതുകൊണ്ട് ഉണ്ടായ എല്ലാത്തിനും അതിൻ്റെ ഡൗൺ സൈഡും ഉണ്ടല്ലോ. അതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ജോൺറ ഓഫ് മ്യൂസിക്കിൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, പക്ഷെ അതിൽ നമ്മളായി. അപ്പം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര പാടായി നമുക്ക് അതിനെ മറികടക്കാൻ പറ്റില്ല. ഈ
ഭയങ്കര സൂപ്പർ ഹിറ്റ് പടങ്ങൾക്ക് ശേഷമുള്ള ഡയറക്ടറുടെ ഒരു ഭാരം ഉണ്ടല്ലോ, ഉം. അടുത്ത് ഇതിന്റെ ടോപ്പ് ചെയ്യാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അൽഫോൺസ് പുത്രൻ അല്ലെങ്കിൽ ആരായാലും ശരി, ശങ്കർ വീണാലും വീഴും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഇതിനെങ്ങനെ ഇപ്പൊ പുലിമുരുകൻ കഴിഞ്ഞു വൈശാഖേട്ടൻ എൻ്റെ അമ്മ ഇതിന് എന്ത് ചെയ്യാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ദാസേട്ടൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിൽ ഇനി അതിനെ ബ്രേക്ക് ചെയ്ത് ആളുകൾക്ക് ഭയങ്കര സാക്രിലീജിയസ് ആയിട്ട് തോന്നുമായിരുന്നു ഒരു സമയത്ത്. വേറൊരു സൗണ്ട് വന്നിട്ട് എന്താണ് ഇവൻ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സുഖ്വിന്ദർ സിംഗോ ഒരു കൈലാഷ് ഖേറോ അല്ലെ അങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോൺറ സൗണ്ടിങ്ങിൽ പാടുന്ന ആൾക്കാരില്ലാണ്ടായിപ്പോയി. നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് ചട്ടക്കൂടിനകത്ത് കുടുങ്ങി. അപ്പം അതിപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു പാട്ടിൻ്റെ കളറിലും ആ ദാരിദ്ര്യം ഫീൽ ചെയ്യും. നമുക്ക് പാട്ടിൻ്റെ കളർ തമിഴിലൊക്കെ കൊണ്ടല്ലോ എന്തോരം ടൈപ്പാണ്. ഇപ്പോൾ ശുഭ ഒക്കെ പോലെയുള്ള ഒരു വോയിസ് മലയാളത്തിൽ പാടിയാൽ സമ്മതിക്കത്തില്ല. കാരണം ഇവർ ചോദിക്കുന്നത് ഉടനെ ഇവർ ചോദിക്കും എടീ നായികയ്ക്ക് ഇത് മാച്ച് ആവുന്നത് എങ്ങനെയാണ്, ഇവരെന്താണ് ഇങ്ങനെ പാടുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ ചിന്തിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിലാപ്പൊങ്കൽ നമ്മൾ ചിന്തിക്കണമല്ലോ. അങ്ങനത്തെ ഒരു രീതിയിലും കൂടെ ചിന്തിക്കണമല്ലോ. പാട്ടുകൾ വേറെ, ഇവർ നായകൻ്റെ ഒക്കെ അപ്പുറത്തും പാട്ടുകൾക്ക് സാധ്യതയുണ്ട്, സ്കോറിൽ സാധ്യതകളുണ്ട്. അപ്പം ഇതിലൊക്കെ ഈ വോയിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ആ പാലറ്റിൻ്റെ ക്ഷാമം. പക്ഷേ ഞാൻ താങ്ക്ഫുള്ളി ഇപ്പം നമ്മളെത്തിയിരിക്കുന്ന ഒരു ജനറേഷനിൽ അവരും ഓപ്പൺ ടു ദാറ്റ് ഐഡിയ. നമുക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരാം, ഓക്കെ എന്ന് പറയുന്നത്. മാറുന്നുണ്ട്, മാറ്റങ്ങൾക്കൊപ്പം പോകും. ഞാൻ വീട്ടുകാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ആരൊക്കെ വീട്ടിലുള്ളത്? വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫും കുട്ടിയും ആംസ്റ്റർഡാമിലാണ്, ഹോളണ്ടിലാണ്. ഞാൻ ഹോളണ്ടിലാണ്, പോയും വരും, അങ്ങനെ നിൽക്കുകയാണ്. മൊത്തത്തിൽ രണ്ടോളത്തിലും കാല് വെച്ച് നിൽക്കുകയാണ്. കാരണം സിനിമ എന്ന് പറയുന്നൊരു ആ ഫീൽഡ് ഇങ്ങനെ ഒരു ഒഴുക്ക് ഫീൽഡാണല്ലോ. എന്താണ് നമ്മളുടെ ഭാവി എന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരു സ്ഥലം. പക്ഷെ ഇപ്പം ഓക്കെയാണ്, വർക്കുകളുണ്ട്, കാര്യങ്ങളുണ്ട്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സ്. പക്ഷെ എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ നാളെ ഇപ്പം എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന മൈൻഡിനേക്കാൾ നാളെ അടുത്ത ആൾ വരും, വേറൊരു ജോൺറ വരും, നമുക്കത് മനസ്സിലാകാത്ത, നമ്മൾ കുറ്റം പറയുന്ന, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സുഹൽക്കോയ വരും, അടുത്ത ആൾ വരും. അപ്പൊ നമ്മൾ ഇവരൊക്കെ എന്താണ് ഈ കാണിക്കുന്നത്, ഞാൻ എഴുതിയ മനോഹരമായ സ്ഥലത്തുനിന്ന് അതാവരുത് എന്നുള്ള പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ അപ്പോഴും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഈവൻതോ എനിക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ അത് പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് കറക്റ്റ്. എന്തുകൊണ്ട് തീർച്ചയായും ആ തോട്ട് പ്രോസസ്സാണ് എനിക്ക് തോന്നുന്നു സുഹേൽ കോയെ ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ വരട്ടെ. താങ്ക് യു. ഇങ്ങനെ തന്നെ പോട്ടെ. പിന്നെ റാപ്പ് കുറച്ചുകൂടെ ഉഷാറാക്കാം. അത് ഉറപ്പായിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എപ്പോഴും ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ സംസാരിക്കുന്നതിൽ. കാരണം മറ്റ് ഇന്റർവ്യൂകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ എനിക്ക് ഓപ്പണായിട്ട് മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരിടം, പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാൾ, ആ കറക്റ്റ് കോൺവെർസേഷൻസ് ലീഡ് ചെയ്യാനുള്ള പോയിന്റ്സ് ഇടാനുള്ള കഴിവ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഇൻ്റർവ്യൂവും എൻ്റെ ഒരുപാട് ആൾക്കാർ, ഒരുപാട്, ഞാൻ ഇതുവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആരും അങ്ങനെ ഒന്നും വിളിച്ചു, 1-2 പേരൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞു. കാരണം അത് തരുന്ന സ്പേസ് ആണല്ലോ നമ്മളെ തുറപ്പിക്കുന്നത്. എനിക്ക് സുഹേലിനെ ഇഷ്ടമാണ്. അപ്പോൾ സുഹേലിന്റെ വഴിയിലാണ് ഞാനും. അടിപൊളി. സുഹേൽ മോസിനും ഒക്കെ സീൻ മാറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ നന്ദിയുണ്ട്. നന്ദി.